നമസ്കാരം. 28 നിസ്സഹായരായ ആളുകളുടെ ജീവൻ കവർന്ന ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരെ കുറിച്ച് ഒരു വീഡിയോ ആണ് ഇത്. വിരൽ ചൂണ്ടുന്നതാണ്. കാരണം ഏതാണ്ട് കൃത്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തമായ കരങ്ങൾ. അതിലൊന്നാം പേരുകാരൻ സൈഫുള്ള ഖസൂരി എന്ന് മറ്റാരുമല്ല, ലഷ്കർ-ഇ തൊയ്ബ എന്ന പാകിസ്ഥാൻ നട്ടു നനച്ച് വളർത്തുന്ന ഭീകര സംഘടനയുടെ കാശ്മീരിലെ ഓപ്പറേഷൻസ് കൊണ്ടുപോകുന്ന ഒരു ഫ്രണ്ടൽ ഓർഗനൈസേഷനായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ ഡെപ്യൂട്ടി കമാൻഡർ, അതാണ് ഖസൂരി. അപ്പൊ ഖസൂരിയിലേക്കാണ് കാര്യങ്ങൾ നീളുന്നത്. ഖസൂരിയെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ. അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ്, ജനത്തെ കോരിത്തെരിപ്പിക്കുന്ന പ്രഭാഷണാചാര്യതയുള്ളയാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയ വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാൻ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ പാകിസ്ഥാന്റെ 3 ഇടങ്ങളിൽ, അതൊന്ന് പഞ്ചാബിൽ വെച്ചാണ്, മറ്റൊന്ന് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് ഖൈബർ പഖ്തൂൺഖയിൽ വെച്ചാണ്, മറ്റൊന്ന് ഇന്ത്യ അതിർത്തിയിൽ വെച്ചാണ്. ഈ 3 ഇടങ്ങളിൽ വെച്ച് അദ്ദേഹം റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ നടത്തി. ഭീകരരെ, ചെറുപ്പക്കാരായ ആളുകളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി ലഷ്കർ-ഇ തൊയ്ബയുടെ റിക്രൂട്ട്മെന്റ് ഡ്രൈവിനായി ലഷ്കർ മേധാവി ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് ഇദ്ദേഹത്തെയാണ്. ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത, ഇദ്ദേഹത്തിന് പാകിസ്ഥാൻ ആർമിയുമായും പാകിസ്ഥാന്റെ സീക്രട്ട് സർവീസായ ഇന്റർ സർവീസ് ഇന്റലിജൻസുമായിട്ടുള്ള ഗൂഢമായ ബന്ധമാണ്. ഗൂഢവുമായ ബന്ധമാണ്. പാകിസ്ഥാൻ ആർമി അടിക്കടി നടത്തുന്ന ട്രെയിനിങ് ക്യാമ്പ്, ഈ ട്രെയിനിങ് ക്യാമ്പിലെല്ലാം തന്നെ ഈ ഖസൂരിയുടെ ശാരീരിക സാന്നിധ്യം ഉണ്ടായതായി ഇന്ത്യൻ ഏജൻസികൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. പാകിസ്ഥാൻ ആർമി, യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് ആർമിയാണ്. ആർമിയുടെ ചീഫ്, ഇപ്പോഴത്തെ ആർമിയുടെ ചീഫ് എന്ന് പറയുന്നത് വലിയ ഒരു ഇസ്ലാമിസ്റ്റ് കൂടിയാണ്. മുൻകാലങ്ങളിലൊക്കെയുള്ള ആർമി ചീഫ് സാധാരണ ഒരു ബ്രിട്ടീഷ് പാരമ്പര്യം അനുസരിച്ച് ആർമി ട്രെയിനിങ് കിട്ടിയ മിതവാദികളായ ആളുകളാണ്. അവർക്ക് ഇന്ത്യ വിരോധമുണ്ട്, പക്ഷേ തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളല്ല. ഇപ്പോഴത്തെ ആർമി ചീഫ് സയ്യദ് അസിം മുനീർ, അദ്ദേഹം എല്ലാ 4-ാം വരിയിലും ഖുറാനിൽ നിന്നുള്ള സൂക്തം ഉദ്ധരിക്കുന്നു. അതിൽ തെറ്റില്ല. പക്ഷേ കർശനമായ ഇന്ത്യ വിരോധവും അതുമാത്രമല്ല തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വികാരവും എല്ലാം ചേർന്ന് പാകിസ്ഥാന്റെ ഭീകര ഗ്രൂപ്പുകൾക്ക് ഏറെ പ്രിയങ്കരനായി മാറിയ ഒരാളാണ് പാകിസ്ഥാൻ ആർമി ചീഫ്. ആരാണോ പാകിസ്ഥാൻ ആർമിയുടെ തലപ്പത്ത് വരുന്നത്, അവരാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ നയിക്കുന്നത്. കാരണം നമ്മൾ ജനറൽ പർവേസ് മുഷറഫിനെ കുറിച്ച് കണ്ടു. അദ്ദേഹം ഒരു മിതവാദി ആളായിരുന്നു. അദ്ദേഹം തീർച്ചയായും ഇന്ത്യ വിരോധത്തിലാണ് പാകിസ്ഥാൻ ആർമി തന്നെ ത്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം പട്ടാള അട്ടിമറിയിലൂടെ അദ്ദേഹം അട്ടിമറിച്ചു, പ്രസിഡന്റായി, പിന്നീട് നിഷ്കാസിതനായി ഒക്കെയായി. അതിനു മുമ്പ് ജനറൽ സിയാഉൽ ഹഖ്, അദ്ദേഹവും മിതവാദിയായിരുന്നു. അദ്ദേഹവും അട്ടിമറിയിലൂടെ ഭുട്ടോയെ അട്ടിമറിച്ച് അദ്ദേഹം അധികാരത്തിൽ വന്നതാണ്. പർവേസ് ലഖിയാനി, മുഷറഫിന് ശേഷം വന്ന പർവേസ് കിയാനി, ഇതിന് ബാജ്വ, മുൻപ് ജനറലായിരുന്ന ജനറൽ ബാജ്വ, ഇവരെല്ലാം തന്നെ സാധാരണ പട്ടാള ചിട്ടയുള്ള പട്ടാളക്കാരൻ, ടിപ്പിക്കൽ പട്ടാളക്കാരാണ്. മിക്കവരും കടന്നു വന്ന് പഞ്ചാബിൽ നിന്നാണ്. പഞ്ചാബിൽ നിന്നാണ് പാകിസ്ഥാൻ ആർമിയുടെ ഏറ്റവും ചോയ്സസ്റ്റ് ലീഡർഷിപ്പ് വരുന്നത്. കാരണം അവിടുത്തെ എല്ലാ യുവാക്കളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം പാകിസ്ഥാൻ സിവിൽ സർവീസിൽ എത്തുക എന്നതല്ല, പാകിസ്ഥാൻ സൈന്യത്തിൽ ഒരു കരിയർ, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് ലഭിച്ച ആളുകളാണ്. പക്ഷേ ഇപ്പോഴത്തെ ആൾ, അദ്ദേഹം തീവ്ര വികാരമുള്ള ആളും അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ, കഴിഞ്ഞ ആഴ്ചകളിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ, പ്രത്യേകിച്ച് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അടങ്ങിയിരിക്കില്ല എന്നും പാകിസ്ഥാന്റെ സിരകളിൽ കൂടി ഒഴുകുന്നത് കാശ്മീരിന്റെ രക്തമാണെന്നും പാകിസ്ഥാന്റെ തലയിലെ സിര പോലും കാശ്മീരിലേക്കാണ് നീളുന്നത് എന്നും പറയുമ്പോൾ, കാശ്മീരിൽ ഒരു ആക്രമണം തീർച്ചയായും പാക് പദ്ധതിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യവും ഭരണകൂടവും യാതൊരു ബന്ധവും ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നിലില്ല എന്നാണ് ആണായിട്ട് പറയുന്നത്. പക്ഷേ അതൊരു വശത്ത് അങ്ങനെ പറയൂ, അത് ബോംബെ ആക്രമണത്തിന്റെ പിന്നിൽ പാകിസ്ഥാൻ ഉണ്ടെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. കാരണം ഇതൊക്കെ ഈ വെറും ഇൻഫറൻസ് മാത്രമല്ല, വ്യക്തമായ സൂചനകളാണ്. അതുകൊണ്ട് ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പാകിസ്ഥാൻ ജനറൽ അസിം മുനീറിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രസ്താവനകൾ, മാത്രമല്ല
ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തിയ ആൾ, അദ്ദേഹത്തിന്റെ കസൂരിയുടെ ഭാഗത്ത് നിന്ന് വന്ന ചില പ്രസ്താവനകൾ. അത് മാത്രമല്ല, കസൂരി എല്ലായിടത്തും പോയി പ്രസംഗിച്ച ഒരു കോമൺ ത്രെഡ് ഉണ്ട്. അതിതാണ് 2 ഫെബ്രുവരി 2026, ഫെബ്രുവരി 2-ാം തീയതി, അതിന് പ്രത്യേകത അറിയില്ല, 2026 ഫെബ്രുവരി മാസം 2-ാം തീയതി പൂർണ്ണമായി കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമായി മാറിയിരിക്കും എന്ന ഉറപ്പാണ് ഈ യുവാക്കൾക്ക്, റിക്രൂട്ട്മെന്റിന് വേണ്ടി വന്നിരിക്കുന്ന ഇൻഡോക്ട്രിനേറ്റഡ് ആയ യുവാക്കൾക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം ഒരു ഫോൾസ് പ്രോമിസ് ആണ്. നമുക്കറിയാം കാശ്മീർ അങ്ങനെ പാകിസ്ഥാൻ പിടിച്ചെടുക്കാനാവുന്ന ഒരു സൈനിക ബലമോ സാഹചര്യമോ ഒന്നുമില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതിതീവ്രമായ ഒരു റിലിജിയസ് ഫ്ലേവർ, ഇതൊരു ധർമ്മയുദ്ധമാണെന്നും ഇതൊരു വിശുദ്ധ യുദ്ധമാണെന്നും ജിഹാദാണെന്നും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരുപാട് യുവാക്കളെ ട്രെയിൻ ചെയ്യുന്ന ഒരു ആളാണ് ഈ പറയുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ ഡെപ്യൂട്ടി കമാൻഡന്റ്, TRFന്റെ ഡെപ്യൂട്ടി കമാൻഡന്റ് ആണ്. അപ്പൊ അതിന്റെ TRFന്റെ കമാൻഡർ ഉണ്ട്, സജ്ജാദ് ഗുൽ എന്ന് പറയും. അപ്പൊ സജ്ജാദ് ഗുൽ ആണ് കമാൻഡർ. അദ്ദേഹം കുറച്ചുകൂടെ സൈലന്റ് ആണ്. അദ്ദേഹം ഇതിന്റെ ഓപ്പറേഷൻസിനെ ചുക്കാൻ പിടിക്കുന്ന ആളാണ്. TRF എന്ന ഫ്രോണ്ടൽ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷൻ ആണല്ലോ ലഷ്കറിന് വേണ്ടി ഈ ഹീനകൃത്യം ചെയ്തിരിക്കുന്നത്. ഇവരുടെ ആളുകൾ കാശ്മീരിലേക്ക് കയറിയത് പല ബാച്ചുകളിലേക്കാണ്. നിയന്ത്രണ രേഖ, ലൈൻ ഓഫ് കൺട്രോൾ ഭേദിച്ച് പല സമയങ്ങളിലായി 5-6 മാസം കൊണ്ടാണ്, ഈ തണുപ്പ് കാലത്തിന്റെ മറവിലാണ് അവർ കാശ്മീരിലേക്ക് കയറുന്നത്. ഒരു നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ കടുത്ത മഞ്ഞുവീഴ്ചയായിരിക്കും. ആ മറവിൽ സൈനിക ഓപ്പറേഷൻസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ നടക്കാൻ. അപ്പൊ അതുകൊണ്ട് ശക്തമായ സൈനിക ഫോർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും കണ്ടുവെട്ടിച്ച് ചെറിയ ചെറിയ ബാച്ചുകളായിട്ടാണ്. നിലവിൽ ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ കണക്കനുസരിച്ച് മിനിമം തീവ്ര പരിശീലനം ലഭിച്ച 60-ൽ പരം കൊടും ഭീകരർ, പാകിസ്ഥാൻ വംശജരായ ഭീകരർ ഇപ്പോൾ കാശ്മീരിന്റെ മണ്ണിൽ വിവിധ ഭാഗങ്ങളിലായി കുടികൊള്ളുന്നു. അല്ലെങ്കിൽ അവര് അവിടെ ഒളിച്ചു താമസിക്കുന്നു, അല്ലെങ്കിൽ അവര് ജനങ്ങളുടെ ഇടയിൽ ഇടകലർന്ന് വേഷപ്രച്ഛന്നരായി നടക്കുന്നു. രഹസ്യമായി അവര് ഒന്നുകിൽ ലഷ്കറാണ്, അല്ലെങ്കിൽ ഹിസ്ബുൾ മുജാഹിദീനാണ്, അല്ലെങ്കിൽ ഹർക്കത്തുൽ മുജാഹിദീനാണ്, അല്ലെങ്കിൽ ജയ്ഷെ മുഹമ്മദ് ആണ്. അതിൽ തന്നെ ലഷ്കർ ഇ തൊയ്ബൻ 1990-ൽ സജ്ജാദ് ഹഫീസ് സയ്യിദ് തുടങ്ങിയ ലഷ്കർ ഇ തൊയ്ബ, ഹഫീസ് സയ്യിദിന്റെ ഒക്കെ തലയ്ക്ക് വലിയ വിലയാണ് ഭാരതം ഇട്ടിരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു തീവ്രവാദ ഔട്ട്ഫിറ്റ് ദക്ഷിണ ഏഷ്യയിലെ ഏറ്റവും ശക്തമെന്ന് കരുതുന്ന ഒരു മിലിറ്റന്റ് ഔട്ട്ഫിറ്റാണ്. അത് ഭാരതവും അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും അതുപോലെ ഒരുപാട് ലോകരാജ്യങ്ങൾ ഇതിനെ തീവ്രവാദ സംഘടനയായിട്ടും നിയമവിരുദ്ധമായിട്ടും പ്രഖ്യാപിച്ച, ബാൻ ചെയ്തിട്ടുള്ള സംഘടനയാണ്. പക്ഷേ അതിന്റെ ഓപ്പറേഷൻസ് വളരെ സജീവമായി നടത്തുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ കാശ്മീരിൽ അവരുടെ ഒരു 35ഓളം പേരുണ്ടെന്നാണ് ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസിയുടെ കണക്ക്. ബാക്കി ഒരു 20ഓളം പേരെങ്കിലും ജയ്ഷ് ഇ മുഹമ്മദ്, അതും ഒരു ശക്തമായ സംഘടനയാണ്. ഇതെല്ലാം കാശ്മീരിന്റെ വിമോചനത്തിനാവും 2 ഉദ്ദേശങ്ങളേ ഉള്ളൂ. ഒന്ന്, കാശ്മീരിനെ വിമോചിപ്പിക്കുക. 2, ദക്ഷിണ ഏഷ്യയെ, അതായത് ഇന്ത്യ, പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ചേരുന്ന ഭാഗത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റിയെടുക്കുക. ഈ 2 ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. കാശ്മീരിന്റെ മാത്രമല്ല, ഇന്ത്യയുടെ ആകമാന ഒരു ഇസ്ലാമൈസേഷൻ എന്നത് ഒരു പക്ഷേ അവരുടെ അജണ്ടയിൽ ഉള്ള ഒരു കാര്യവുമാണ്. അപ്പം ആ സംഘടന, അപ്പൊ ഈ 2 കാര്യങ്ങൾ, അപ്പൊ സൈന്യമുണ്ട്, ഈ സംഘടന ദി റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന സംഘടനയുണ്ട്, അതുപോലെ തന്നെ അതിന്റെ പിന്നിൽ ലഷ്കർ ഇ തൊയ്ബയുണ്ട്, അതിന്റെ ഉന്നത നേതൃത്വമുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ ISI, ഇന്റർ സർവീസ് ഇന്റലിജൻസ്. അപ്പൊ ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്താണ്? പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ സംവിധാനമാണ്. അപ്പൊ അവരാണ് കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്ത്യയെക്കുറിച്ചുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു എന്നത് അവരുടെ ജോലിയാണ്. പക്ഷേ ഇന്ത്യയെ ഡിസ്റ്റെബിലൈസ് ചെയ്യാനായി തീവ്രവാദികളുമായി നിരന്തരം ബന്ധപ്പെടുകയും ആർമിയെയും തീവ്രവാദികളെയും ഒരുമിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്ന ഇണക്ക് കണ്ണിയാണ് ISI. മാത്രമല്ല, ആർമി ജനറലായി റിട്ടയർ ചെയ്യുന്ന ആള് പിന്നീട് ISIയുടെ തലപ്പത്തേക്ക് വരികയാണ്. അതുകൊണ്ട് ആർമിയും ISIയും ഭീകരരും അവരെ വെവ്വേറെ കാണാനാവില്ല, ഒറ്റക്കെട്ടാണ്. ഇന്ത്യ വിരോധത്തിൽ കെട്ടിപ്പടുത്ത സംവിധാനമാണ്. പക്ഷെ ഈ അടുത്ത സമയത്ത് പാകിസ്ഥാൻ ആർമി അനുഭവിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. അതവരുടെ പോപ്പുലാരിറ്റി ക്രൈസിസ് ആണ്.
ഇന്ത്യയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഇപ്പൊ നടക്കുന്നില്ല. ഇന്ത്യ പൊതുവെ ശാന്തമാണ്, കാശ്മീർ പ്രത്യേകിച്ചും ശാന്തമാണ്. പാകിസ്ഥാൻ ആർമിയുടെ പോപ്പുലാരിറ്റി സർവകാല ലോവസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഒരു സിവിലിയൻ ഭരണകൂടമാണുള്ളത്, ആർമിയാണ് സിവിലിയൻ ഭരണകൂടത്തെ അവിടെ സ്ഥാപിച്ചത് എന്നോർക്കണം. ഇപ്പോൾ ഈ പറയുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ നിയമിച്ചത് യഥാർത്ഥത്തിൽ ജനാധിപത്യ പ്രക്രിയയിലൂടെയല്ല, മറിച്ച് ആർമി ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിലൂടെയാണ്, അല്ലെ? അപ്പം അതായത് ഇമ്രാൻഖാനെ പുറത്താക്കി, അതിനുശേഷം പ്രവാസത്തിലായിരുന്ന ആളെ കൊണ്ടുവന്നു, അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു, നവാസ് ഷെരീഫിന്റെ ബ്രദർ, അല്ലെ? അപ്പം ആ നവാസ് ഷെരീഫ് എത്ര കാലം പാകിസ്ഥാന്റെ തലപ്പത്തിരുന്നു, അത്രയും കാലം ആർമിയുടെ കർശനമായ നിയന്ത്രണത്തിലായിരുന്നു. ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി പദത്തിലിരുന്നത് ആർമിയുടെ തന്നെ ഒരു ക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷനിലൂടെ ഇലക്ഷൻ ഒരു പരിധിവരെ അട്ടിമറിച്ചുകൊണ്ട് ഇമ്രാൻഖാൻ അധികാരത്തിലിരുന്നു. ഇമ്രാൻഖാൻ അനഭിമിതരായി മാറിയപ്പോൾ ആർമി തന്നെ പുറത്തേക്കുള്ള വഴി ഒരുക്കി. അപ്പം ആര് പാകിസ്ഥാന്റെ ഭരണകൂടത്തിന്റെ തലപ്പത്ത് വന്നാലും നിയന്ത്രണം ആർമിക്കായിരിക്കും. അപ്പൊ ആർമിയുടെ പോപ്പുലാരിറ്റി ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ്. ചില സമയത്ത് കുതിച്ചു വരും. ബോംബെ ആക്രമണമൊക്കെ നടന്ന സമയത്ത് പാകിസ്ഥാനുള്ളിൽ ഇന്ത്യ വിരോധം തിളച്ചു നിൽക്കുന്നത് കൊണ്ട് ഈ ആർമിയുടെ പോപ്പുലാരിറ്റി കൂടും. ഇന്ത്യയിൽ ശാന്തത വരുമ്പോൾ പാകിസ്ഥാൻ ആർമിയുടെ പോപ്പുലാരിറ്റി കുറയും. അപ്പൊ ആർമി എന്ന ഇൻസ്റ്റിറ്റ്യൂഷന് പിടിച്ചു നിൽക്കണം എങ്കിൽ ജനങ്ങളുടെ ഒരു 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 വലിയ തീവ്രമായ ഇന്ത്യ വിരുദ്ധ വികാരം തണുപ്പിച്ച് നിർത്തണമെങ്കിൽ നിരന്തരം ആക്രമണങ്ങൾ സംഭവിക്കണം. അപ്പൊ ഏറെക്കാലത്തിന് ശേഷമാണ് സിവിലിയൻസിന് നേരെ ഒരു ആക്രമണം നടന്നത്. പുൽവാമ പോലും സിവിലിയൻസിന് മേലെ നടന്ന ആക്രമണമല്ല. ഈ കഴിഞ്ഞ മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപ് നടന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന പുൽവാമ ആക്രമണം. ആ പുൽവാമ ആക്രമണം എന്ന് പറയുന്നത് ഈ CRPF ജവാന്മാർ 40 ജവാന്മാർ മരിച്ച CRPF ആക്രമണമാണ്. ആ CRPFന് നേരെ നടന്ന ആക്രമണം ഒരുപാട് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നു. അന്നത്തെ ജമ്മു ആൻഡ് കാശ്മീർ ഗവർണർ സത്യപാൽ മലിക് തന്നെ പറയുന്നു അതൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായി, അത് വേണ്ട രീതിയിൽ 11 ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് ആർമി ഈ ബസ്സിൽ ട്രക്കിൽ യാത്ര ചെയ്യുകയാണ്. അപ്പൊ തീർച്ചയായും അത് അവരൊരു വൾണറബിൾ ആയിരുന്നു എന്നൊക്കെ ഒരു വിവാദങ്ങൾ പറയാമെങ്കിൽ പോലും അവർ ഭീകരർ ടാർഗറ്റ് ചെയ്തത് സൈനികരെയാണ്, അല്ലാതെ നിസ്സഹായരായ സോഫ്റ്റ് ടാർഗറ്റ്സ് ആയ ഈ വിനോദസഞ്ചാരികളെ അല്ല. ഇപ്പോഴിതാ വിനോദസഞ്ചാരികളെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. ആ ടാർഗറ്റ് ചെയ്തതിന്റെ പിന്നിലെ മനഃശാസ്ത്രം ഉൾപ്പെടെ മറ്റൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആ ഒരു ഇരകളിലേക്കും ആ ടാർഗറ്റിലേക്കും അതിന്റെ പിന്നിലെ സിംബോളിക് കാര്യങ്ങളിലേക്കും ഇപ്പോൾ കടക്കുന്നില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ ആർമിയുടെയും ISIയുടെയും ദി റെസിസ്റ്റൻസ് ഫോഴ്സിന്റെയും ഒക്കെ പദ്ധതികൾ വിജയിച്ചു എന്ന് തോന്നാമെങ്കിലും പുൽവാമയ്ക്ക് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ നയം മാറിയിരിക്കുന്നു. സീറോ ടോളറൻസ് ടു ടെറർ. ഒരു കാരണവശാലും ഭീകരതയെ അംഗീകരിക്കില്ല, പ്രോത്സാഹിപ്പിക്കില്ല, അനുവദിക്കില്ല. ടോളറൻസ് ലെവൽ 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ അടി ഉണ്ടെങ്കിൽ തിരിച്ചടി ഉണ്ടാകാം. ഇപ്പൊ പാകിസ്ഥാന്റെ സൈന്യം നേതൃത്വം കൊടുക്കുന്നതും തീവ്രവാദികൾ ക്യാമ്പുകളിൽ പരിശീലനം നേടുന്നതുമായ 20ലധികം സ്ഥലങ്ങൾ ഇന്ത്യൻ സൈന്യം, ഇന്ത്യയുടെ റേഡാർ കണ്ണുകൾ, സാറ്റലൈറ്റ് ഇമേജുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഇടങ്ങളിൽ എവിടെ വേണമെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ആക്രമണം സംഭവിക്കാം. അതുകൊണ്ട് അടിക്ക് തിരിച്ചടി ഉണ്ടാകാതെ പോവില്ല. പുൽവാമയ്ക്ക് ശേഷം കൃത്യമായി പാകിസ്ഥാൻ ഭീകരരുടെ ബ്രീഡിംഗ് ഗ്രൗണ്ടുകളിൽ ആക്രമണം നടത്തി. ബാലാക്കോട്ട് നമ്മൾ വ്യോമാക്രമണം നടത്തി. അപ്പൊ നമുക്ക് ശക്തമായ വ്യോമ സംവിധാനങ്ങളുണ്ട്, ആക്രമണ സംവിധാനങ്ങളുണ്ട്, നമുക്ക് സ്റ്റെൽത്ത് ബോംബേഴ്സ് ഉണ്ട്, അല്ലാത്ത യുദ്ധവിമാനങ്ങളുണ്ട്. തീർച്ചയായും ഏറിയൽ സോർട്ടീസിലൂടെ ഏതാനും താവളങ്ങളിൽ, ഭീകര ട്രെയിനിങ് താവളങ്ങളിൽ ആക്രമണം ന്യായമായും പ്രതീക്ഷിക്കാം. കാരണം അതൊരു പോളിസി തീരുമാനമാണ്, സീറോ ടോളറൻസ് ടെറർ എന്ന നിലയിൽ. അതുകൊണ്ട് അതും ഒരു പക്ഷേ പാകിസ്ഥാൻ സൈന്യം ഒരു അവസരമായി എടുക്കും. കാരണം ഈ പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ ഒരു വലിയ ഇന്ത്യ വിരോധം പുകഞ്ഞു പൊങ്ങണമെങ്കിൽ ഇങ്ങനൊരു ആക്രമണങ്ങൾ, സമാധാനം അവരാഗ്രഹിക്കുന്നില്ല. അപ്പൊ സമാധാനം ആഗ്രഹിക്കാത്ത ചില ആളുകളുണ്ട്. അവരെ നിരന്തരം ഇന്ത്യയിൽ നിന്നും ഇന്ത്യയെ പ്രകോപിപ്പിക്കും. ഇപ്പൊ തന്നെ 2 ഇടങ്ങളിൽ രജൌറി, പൂഞ്ച് സെക്ടറിൽ സമാന്തരമായി ഈ ആക്രമണം നടന്നതിനോടൊപ്പം തന്നെ ഈ നിസ്സഹായരായ 28 പേരെ തീവ്രവാദികൾ വെടിവെച്ച് AK-47 റൈഫിൾ ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നതിനോടൊപ്പം തന്നെ അതിർത്തി കടന്ന് നുഴഞ്ഞു കയറിയ സംഭവങ്ങളുണ്ട്. അങ്ങനെ 4 പേര് ഇന്ത്യൻ സേനകളുടെ വെടിയേറ്റ് മരിച്ച നുഴഞ്ഞ കയറ്റക്കാരെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതിലൊന്നും തന്നെ പാകിസ്ഥാന്റെ ഒരു കരങ്ങളും
ഒരു ചിന്തയും ഒരു സാന്നിധ്യവും ഇല്ല എന്ന് ഭരണകൂടം എത്ര ആവർത്തി പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ എനി വേ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻ ദിസ് അറ്റാക്ക് എന്ന് പറഞ്ഞാലും അതിന് കടലാസ് വില പോലും പുല്ല് വില പോലും കൊടുക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഇത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ലളിതയുക്തി ഉപയോഗിച്ച് പറയുന്നതല്ല. വ്യക്തമായ തെളിവുകൾ ഇന്ത്യയുടെ പക്കലുണ്ട്. എപ്പോഴാണ് അതിനുള്ള മറുപടി ഉണ്ടാവുക എന്നത് കാത്തിരുന്ന് കാണാം.